ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈസ്റ്റാമിലെ ചായക്കടായി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പുണ്യ റമളാൻ്റെ കാലമാണ്. ഈ സമയത്ത് ചായക്കടായിയുടെ ഭക്ഷണവിശേഷത്തിനോടൊപ്പം എന്തെല്ലാം റമളാൻ വിശേഷങ്ങളാണ് അവർക്ക് പങ്കുവെക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഈ ചായക്കടായിയുടെ റമളാൻ വിശേഷങ്ങൾക്ക് സ്വാഗതം. അപ്പം നമ്മളാണ് ടീം ചായക്കടായി അല്ലേ? എന്താണ് എല്ലായിടത്തും നിങ്ങളെക്കുറിച്ചാണുള്ള സംസാരം? എന്താണ് നിങ്ങളുടെ ഒരു പ്രത്യേകത? പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം 2 വർഷത്തിനുള്ളിലേ ആയുള്ളൂ ഫസ്റ്റ് ചായക്കട നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. 2 വർഷം തികഞ്ഞില്ല ഇതുവരെ സത്യം പറഞ്ഞാൽ. അപ്പം ഫസ്റ്റ് നമ്മളൊരു അപ്റ്റം പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചെറിയ കടയിലാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം നമുക്ക് മൊത്തം 4 ബ്രാഞ്ചുണ്ട്. ലണ്ടനിൽ തന്നെ 3 ബ്രാഞ്ചുണ്ട്. ഇൽഫഡ് ഉണ്ട്, രണ്ടാമത്തെ ബ്രാഞ്ച് ഇൽഫഡ്. അത് ഏകദേശം നമുക്ക് 100 തൊട്ട് 120 സീറ്റിംഗ് വരെയുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ മൂന്നാമത് നമ്മൾ ഈസ്റ്റാം തുടങ്ങി. ഇത് ചെറിയൊരു ബാങ്ക്വറ്റിംഗ് റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഒരു പാർട്ടി ഹാളുണ്ട്, സ്റ്റേജ് ഉണ്ട്, ഓൾമോസ്റ്റ് 200 സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു 2 മാസം ആയില്ല ക്രോയിഡണിൽ സ്റ്റാർട്ട് ചെയ്ത്. ക്രോയിഡണിലും അത്യാവശ്യം വലിയ ബ്രാഞ്ചാണ്, ഒരു 100 സീറ്റ് വരെ ഉള്ളൊരു ബ്രാഞ്ചാണ്. ക്രോയിഡണിൽ ലണ്ടൻ വിട്ടിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത്. ലണ്ടനിലായിരുന്നു ആദ്യത്തെ 3 ബ്രാഞ്ച് നമ്മളത്. അപ്പം പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലണ്ടനിൽ ഒരു വെറൈറ്റി മെനു കൊണ്ടുവരാൻ പറ്റി. അതാണ് പെട്ടെന്ന് നമ്മൾ ഫേമസ് ആവാനുള്ള കാരണം. നമ്മളെ മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ തന്നെ ചട്ടിച്ചോറ്, ഇങ്ങനെ പാൽ പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. പിന്നെ നമ്മളെ മെനു മലയാളികളിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മൾ കുറച്ച് ശ്രീലങ്കൻ, കുറച്ച് നോർത്ത് ഇന്ത്യൻ സാധനം എല്ലാം കൂടി മെനുവിൽ മിക്സ് ചെയ്തപ്പം ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കാൻ പറ്റി. അതാണ് മെയിനായിട്ട് നമ്മളെ മെനുവും നമ്മളെ റെസ്റ്റോറൻറ്റും റീച്ച് ആവാനുള്ള മെയിൻ റീസൺ. പിന്നെ മാക്സിമം ഫുഡ് ക്വാളിറ്റി എത്രത്തോളം മാക്സിമം അതിനെ മെച്ചപ്പെടുത്താൻ പറ്റും അത്രത്തോളം മെച്ചപ്പെടുത്തി തന്നെ നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. കാരണം റെസ്റ്റോറൻ്റ് അല്ലേ, ഡെയിലി ഉള്ള കാര്യങ്ങൾ. പിന്നെ അതുകൊണ്ട് നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേരറിഞ്ഞ് നമ്മൾ അറിയപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മളും ഇപ്പം ഞങ്ങളെ നോക്കിയാലും ഞങ്ങൾ ഫുൾ ടൈം ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ കറങ്ങി കാണും. നമ്മളും റെസ്റ്റ് എടുക്കാതെ ഇതിനു വേണ്ടി നല്ല അധ്വാനിച്ചു. അത് തന്നെയാണ് മെയിൻ കാരണം ചായക്കട ഫേമസ് ആവാൻ. സൗത്ത് ഇന്ത്യൻ ഡിഷസിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണെന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടെ ചട്ടിച്ചോറ് മുതൽ പൊറോട്ട എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഈ സൗത്ത് ഇന്ത്യക്കാർക്കിടയിൽ താരമാക്കുന്നതിന് എന്ത് ഡിഷസാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കുന്നത്? ഇപ്പം നമ്മൾ മെയിനായിട്ട് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് പൊറോട്ട വിഭവങ്ങളിലാണ്. നമ്മൾ പൊറോട്ടയിൽ തന്നെ നമ്മളിപ്പം നൂൽ പൊറോട്ട, ബൺ പൊറോട്ട, ബൺ സ്വീറ്റ്, അങ്ങനെ കുറേ വെറൈറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അത് നമുക്ക് സക്സസ്സും ആയി. ഇപ്പം ഫസ്റ്റ് നൂൽ പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ തന്നെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചത്. പിന്നെ ചട്ടിച്ചോറ്, പാൽ പൊറോട്ട, പൊതിച്ചോറിൻ്റെയൊക്കെ കൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും റെഗുലർ ബേസിസിൽ ഒരു റെസ്റ്റോറൻറ്റിൽ 7 ദിവസവും അവൈലബിലിറ്റിയിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല ആർക്കും. അപ്പം നമ്മൾ അത് പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ, അതായത് ഇപ്പം കേരള ആൾക്കാർ മാത്രമായിരിക്കുമല്ലോ ഇവിടെ. ഇപ്പം വൈറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ശ്രീലങ്കൻസ്, ഇപ്പം പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ഇവർക്ക് എല്ലാവർക്കും ചട്ടിച്ചോറ്, ഈ പൊതിച്ചോറൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നി. കാരണം ചട്ടിയിൽ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കൊടുക്കുന്ന കാണുമ്പം അവരതെടുത്തു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത്, അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ റീച്ചാക്കി. അതായിരുന്നു നമ്മളെ മെനു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിരുന്നു നമുക്ക്. നമ്മളെ മെനുവിൽ വൈഡായിട്ട് ഓൾമോസ്റ്റ് 200 ഐറ്റത്തോളം നമ്മൾ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അപ്പം ഒബ്വിയസ്ലി 200 ഐറ്റം ആഡ് ചെയ്യുമ്പം അത്രയും സ്റ്റാഫിനെ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് അത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമ്മൾ കസ്റ്റമറിൽ എത്തിക്കാൻ ശ്രമിച്ചു. അത് സക്സസ് ആയി. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അത് സക്സസ് ആയി ഓടി എന്നുള്ളത് കൊണ്ടാണ് മെയിനായിട്ട്. പിന്നെ മെനുവിൽ വേറെ നോക്കിയാൽ നമ്മളെ മെനുവിൽ അപ്പം മെയിനായിട്ട് നമ്മൾ ലൈവ് അപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മന്തി, ഇപ്പം നമ്മൾ നാടൻ ഐറ്റങ്ങളുടെ കൂടെ അറബിക്കും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മന്തി ഐറ്റങ്ങൾ ഫുള്ളുണ്ട്. ഇപ്പം അൽഫാം ആവട്ടെ, ഷവായ ആവട്ടെ, ഷവർമയുണ്ട്. അപ്പം നമ്മളെ മെനു ചെക്ക് ചെയ്താൽ അറബിക്ക് തൊട്ട് നോർത്ത് ഇന്ത്യൻ തൊട്ട് തന്തൂരി തൊട്ട് സൗത്ത് ഇന്ത്യൻ തൊട്ട് പ്രോപ്പർ എല്ലാ ഏരിയയിലും നമുക്ക് ആ മെനു കവർ ചെയ്യാൻ പറ്റി. അതായിരുന്നു. ഇപ്പം ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം ഇവിടെ മെയിനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വരുന്നവർ കാണും, ചിലപ്പം വർക്കിംഗ് കൊളീഗ്സ് ആയിട്ട് വരുന്നവർ കാണും. അപ്പോൾ ആ വർക്കിംഗ് കൊളീഗ്സിൽ തന്നെ ചിലപ്പം മലയാളീസ് കാണും, തമിഴ് പീപ്പിൾ കാണും, ബംഗ്ലാദേശി കാണും. അപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വരുമ്പം അവർക്ക് അവരെ മെനുവിന് ഏത് സൈഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്ത്. അതായിരുന്നു നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇത്രയും പെട്ടെന്ന് അത് റീച്ചായെന്നും
നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് റീസൺ എന്ന്. എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പങ്കുവച്ചത് ചായക്കടയുടെ റമളാൻ വിശേഷങ്ങളാണ്. നാളെ പുതിയ വാർത്തയും വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്.